മലയാളി മനസ്സുകളിലേക്ക് വീണ്ടും ഒരു ഞാറ്റുവേലക്കാലം എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ പച്ചപ്പ് നിന്ന പഴയകാല നെൽപ്പാടങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ഇന്ന് പലയിടത്തുമുള്ളത്. നെൽകൃഷി പാടയില്ലാതായ മാറിമറിഞ്ഞ വയൽവരമ്പുകളിലൂടെ നടന്നു നീങ്ങുകയാണ് കൂവപ്പടിയിലെ 77 വയസ്സുള്ള കർഷക തൊഴിലാളി ദേവു. കർഷക മനസ്സുകളിൽ പ്രത്യാശയുടെ വിത്ത് പാകിക്കൊണ്ട് വീണ്ടും ഒരു തിരുവാതിര ഞാറ്റുവേലക്കാലത്തിന് തുടക്കമായി. ഇനിയുള്ള 2 ആഴ്ചക്കാലം കൃഷിപ്പണി ആരംഭത്തിന്റെ തിരക്കുകളിലായിരിക്കും ഗ്രാമീണ കർഷകർ. പഴമക്കാരായ കർഷകർക്ക് മാത്രം അറിയാവുന്ന ഞാറ്റുവേലക്കാലത്തിന് ഇത്തവണ തുടക്കമായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. കാർഷിക കലണ്ടറുകളിൽ മാത്രം ഒതുങ്ങുന്ന രേഖപ്പെടുത്തലുകളായി ഇവ മാറാൻ ഇനി അധിക കാലം വേണ്ട. നെൽകൃഷിയുടെ സമൃദ്ധിയെയും സന്തോഷത്തെയും ഓർത്തെടുക്കുന്ന പഴയ തലമുറ നാട്ടിൻപുറങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പെയ്യാതെ പോകുന്ന മഴയുടെ വേവലാതി ഇത്തവണയും എല്ലാ കൃഷിക്കാരും പങ്കുവെക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലായ ഞാറ്റുവേലയെക്കുറിച്ച് അറിയാവുന്നവർ തന്നെ ചുരുക്കമാണ്. മെയ് ജൂൺ മാസങ്ങളുടെ സന്ധ്യകളിൽ പെയ്തിറങ്ങുന്ന തണുത്ത മഴത്തുള്ളികൾ ഇന്ന് മണ്ണിൽ വീഴുന്നത് പച്ചപ്പുതച്ച നെൽപ്പാടങ്ങളിലേക്കല്ല, പകരം കരിങ്കൽ മതിലുകളും കോൺക്രീറ്റ് സൗധങ്ങളും വിഴുങ്ങിയ തരിശു ഭൂമികളിലേക്കാണ്. എങ്ങും കാണാനാവുന്നത് നെൽകൃഷി നിന്നു പോയതോടെ പൂർണ്ണമായി കാടുകയറിയ ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ. നെൽകൃഷി നിറച്ച പാടശേഖരങ്ങളുടെ ശൂന്യത അനുഭവിക്കുന്ന അപൂർവം കൃഷിക്കാരെങ്കിലും ഇന്നും നാട്ടിൻപുറങ്ങളിൽ കാണാം. കൂവപ്പടി പഞ്ചായത്തിലെ 21-ാം വാർഡ് മദ്രസ കവലയിൽ ഉന്നതിയിൽ നരിമറ്റത്തിൽ ദേവു 7 വയസ്സിൽ കൃഷിപ്പണിക്കിറങ്ങിയതാണ്. ഞാറുനടലിൽ ഒരു കാലത്ത് നാട്ടിലെ വേഗമേറിയ താരമായിരുന്നു ദേവു. ഇപ്പോൾ വയസ്സ് 77ആയി. പ്രായം തളർത്താത്ത വീര്യവുമായി ഇപ്പോഴും കൃഷിപ്പണികളിൽ വ്യാപ്തമായി ജീവിക്കുന്ന അവർ തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കൃഷിയോർമ്മകൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കൃഷിപ്പണി ഇല്ലാണ്ടായിട്ട്. അതിന് ശേഷം ഞങ്ങളിങ്ങനെ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കണത്. അന്നൊക്കെ കൂലി കുറവായി. അവിടെ 2 നാഴി നെല്ല് 3 നാഴി നെല്ല് നല്ലോണം തന്നെ ഞങ്ങൾക്ക് പണിസ്ഥലത്തുനിന്ന് അത് കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഇപ്പോൾ കാശ് കിട്ടി കടയിൽ പോയി അങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കണുള്ളൂ. തിരുവാതിരയാറ്റിലെ എഴുന്നാണ് നടിയിൽ തുടങ്ങണത്. അത് തുടങ്ങിയിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ വളങ്ങൾ ചെയ്ത് ഇന്ന് സ്ഥിരമായിട്ട് ഓരോ പണികളുണ്ട്. കൃഷിയെ പറ്റി തന്നെ വേറെ ഒരു പണിക്കും പോയിട്ടില്ല. ഞാറ്റുവേലക്കാലമായാൽ പിന്നെ മുറ്റത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. തിരുവാതിര 14-ൽ തിരിമുറിയാതെ മഴ പെയ്യണം. തിരുവാതിര ഞാറ്റുവേലയുടെ 14 ദിവസവും നല്ലതുപോലെ മഴ ലഭിച്ചാൽ ആ വർഷത്തെ കൃഷി മുഴുവൻ ഉഷാറാകും എന്ന വിശ്വാസമാണത്രേ ഇതിനു പിന്നിൽ. 10ഉം 15ഉം പേരടങ്ങുന്ന സംഘമായി ഞാറു നടാൻ ഇറങ്ങിയിരുന്ന കാലത്തെ മനസ്സിന്റെ സന്തോഷം ഓർത്തെടുക്കുകയാണ് ദേവു. പാടത്ത് കൃഷിപ്പണി ഇല്ലാതായതോടെ മറ്റു കൂലിപ്പണികൾക്കും തൊഴിലുറപ്പ് ജോലികൾക്കും പോയിട്ടാണ് നിത്യവൃത്തി കഴിയുന്നത്. പശു വളർത്തലിലുള്ള വീടുകളിലേക്ക് പാടത്തു നിന്നും പുല്ലറുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഒരു കാലത്ത് വിത്ത് പാകലും ഞാറുപറക്കലും നടിയിലും കൊയ്ത്തുമൊക്കെയായി സജീവമായിരുന്ന ഗ്രാമങ്ങളിലെ പാടശേഖരങ്ങൾ ഇന്ന് വെറും ഓർമ്മ ചിത്രങ്ങൾ മാത്രമാണ്. കൃഷിപ്പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊയ്ത് നെല്ല് കിട്ടും, കൃഷിപ്പണി ചെയ്യാം, നടാൻ പോകാനൊക്കെ താല്പര്യമുണ്ട്, നെല്ലും കിട്ടും, ഇഷ്ടംപോലെ ലാഭിഷ്ടമായിട്ട് കഴിയുകയും ചെയ്യാം. പക്ഷെ ഇപ്പം അരി മേടിച്ചല്ലേ എല്ലാവരും ആ കഞ്ഞിൻ്റെ കുടിക്കണേ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കൃഷിപ്പണിയിൽ ആരും ചെയ്യണില്ലല്ലോ. ഇപ്പം ഇവിടെ കൃഷിയെ പറ്റി ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ ഞാറ് നടാനും ഒക്കെ പോയി ഞങ്ങൾക്ക് നെല്ലൊക്കെ കിട്ടുന്നതാണ്, കാശും കിട്ടുന്നതാണ്. അപ്പം അതിനെപ്പറ്റി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയാറുണ്ട് നമുക്ക് നടാൻ ഇപ്പോഴും അമ്മയ്ക്ക് താല്പര്യമുണ്ട് മക്കളെന്ന്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും താല്പര്യക്കുറവൊന്നുമില്ല. കാര്യം പ്രായം. കർഷകന്റെ വിയർപ്പ് വീണ് പൊന്നു വിളഞ്ഞിരുന്ന നിലങ്ങൾ ഇന്ന് പലയിടത്തും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കയ്യിലാണ്. ബാക്കി വന്ന പാടങ്ങളാകട്ടെ കാട് മൂടിക്കിടക്കുന്നു. ഇവിടങ്ങളെല്ലാം വിഷസർപ്പങ്ങളുടെയും മലമ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രമായി. തിരുവാതിര ഞാറ്റുവേലയുടെ ചുവട് പിടിച്ചാണ് കർഷകർ കൃഷി ഇറക്കിയിരുന്നത്. തിരുവാതിരയിൽ 101 മഴ 101 വെയിൽ എന്നതായിരുന്നു പ്രമാണം. എന്നാൽ ഇന്ന് കാലാവസ്ഥ വ്യതിയാനവും ആഗോളതാപനവും ഞാറ്റുവേലകളുടെ താളം തെറ്റിച്ചിരിക്കുന്നു. മഴയുടെ അളവ് കുറഞ്ഞതിനൊപ്പം കൃഷിയോടുള്ള പുതിയ തലമുറയുടെ വിമുഖതയും ചെലവ് വർദ്ധിച്ചതും നെൽപ്പാടങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി. നെൽകൃഷി ഇല്ലാതായതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും തോടുകളും കിണറുകളും വറ്റി വരളുകയും ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാർഷിക സംസ്കൃതിയുടെ ആ പഴയ നല്ല നാളുകളെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രത്യാശ മാത്രമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് ഡെസ്ക് ലൈഫ് മലയാളം.